Welcome to Patriots. First question ഇതായിരുന്നു ഫെയർ ആൻഡ് റിമ്യൂണറേറ്റീവ് പ്രൈസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, ഫെയർ ആൻഡ് റിമ്യൂണറേറ്റീവ് പ്രൈസ് ഈസ് ഫിക്സഡ് ആൻഡ് അനൗൺസ്ഡ് ബൈ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്ന് പറയുന്നു. ഇത് ഫെയർ ആൻഡ് റിമ്യൂണറേറ്റീവ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, ഫെയർ ആൻഡ് റിമ്യൂണറേറ്റീവ് പ്രൈസ് is the price declared by the government which sugar mills are legally bound to pay to farmers for the cane procured from them. അതായത് ഷുഗർ മിൽ ഓണേഴ്സ് ഷുഗർ ഫാമേഴ്സിൽ നിന്നും അവർ മേടിക്കുന്ന ഷുഗർ കെയിനിൻ്റെ പ്രൈസ് ഫസ്റ്റ് 14 ഡേയ്സിനകത്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. അടുത്ത 15 ദിവസത്തേക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസും നൽകിയിരിക്കണം. ഇത് പ്രകാരം ഫെയർ ആൻഡ് റിമ്യൂണറേറ്റീവ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. ഇത് അനൗൺസ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത് ഇസ് ഡിറ്റർമൈൻഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ്. പക്ഷേ ഇത് അനൗൺസ് ചെയ്യുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2 പൊക്കാളി റൈസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഈ പൊക്കാളി വെറൈറ്റി ഓഫ് റൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സാൾട്ട് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇതിൻ്റെ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന മിനിസ്റ്റർ ഓഫ് ഫിനാൻസിൻ്റെ കീഴിലാണ്. ഇത് കോവിഡ് ടൈമിലാണ് ഈ സ്കീം വന്നത്. ഈ സ്കീം പ്രകാരം 5 കിലോ ഗ്രെയിൻസ് പാവങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ ഒരു സ്കീമിൽ വരുന്ന ആൾക്കാരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആരൊക്കെയാണ് വരുന്നത് എന്നാണ്. അതിൽ മെമ്പേഴ്സ് ബിലോങ് ടു അന്ത്യോദയ അന്ന യോജന, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സ്, അതേപോലെ വിഡോ, പേഴ്സൺ വിത്ത് ഡിസബിൾ, അതേപോലെ 60 വയസ്സും 60 വയസ്സിന് മേലുള്ള ആൾക്കാർ, പ്രിമിറ്റീവ് ട്രൈബൽ ഹൗസ് ഹോൾഡ്സ് എല്ലാം തന്നെ ഈ ഒരു സ്കീമിന് എലിജിബിൾ ആണ്. അതേപോലെ ഈ സ്കീം പ്രകാരം 5 കിലോ ഗ്രെയിൻസ് ലഭിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 നീം കോട്ടഡ് യൂറിയ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റീവ്ലി പ്രൊമോട്ട്സ് ദി യൂസ് ഓഫ് നീം കോട്ടഡ് യൂറിയ ഇൻ അഗ്രികൾച്ചർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നത്, നീം കോട്ടിംഗ് ക്വിക്കൻസ് ദ റിലീസ് ഓഫ് നൈട്രജൻ ഫ്രം യൂറിയ, മിനിമൈസിങ് ലീച്ചിങ് ആൻഡ് വോളറ്റൈസേഷൻ എന്ന് പറയാനും. നീം കോട്ടഡ് യൂറിയയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്ലോസ് ഡൗൺ ദ റിലീസ് ഓഫ് നൈട്രജൻ ആണ്. നൈട്രജൻ സോയിലോട്ട് പോകുന്നതിന് സ്ലോസ് ഡൗൺ ചെയ്യും. അതേപോലെ പക്ഷേ സെക്കൻഡ് കോമയ്ക്ക് ശേഷമുള്ളത് കറക്റ്റാണ്. ഇറ്റ് മിനിമൈസ് ദ ലീച്ചിങ് ആൻഡ് വോളറ്റൈസേഷൻ. പക്ഷേ അത് ക്വിക്കൻസ് അല്ല, സ്ലോ ഡൗൺസ് ആണ്. എന്താണ് നൈട്രജൻ്റെ പ്രത്യേകത? നൈട്രജൻ ഈസ് എ ന്യൂട്രിയൻ വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ദ പ്ലാന്റ് ഹെൽത്തി ഗ്രോത്ത്. സോ നീം കോട്ടഡ് യൂറിയ Neem coating on urea slows down the release of nitrogen into the soil. This controlled release helps to reduce nitrogen leaching and volatilization. Nitrogen ഒരു പ്രധാന ഫെർട്ടിലൈസർ ആണ്. ഇറ്റ്സ് എസെൻഷ്യൽ ന്യൂട്രിയൻറ്റ് ടു പ്ലാന്റ്സ് ടു പ്രൊമോട്ട് ഹെൽത്തി ഗ്രോത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പ്രിക്യൂഷണറി ആൻഡ് ലിക്വിഡിറ്റി ലൈൻ are related to the provisions of which of the lending by which of the following എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. IMF ആണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ സെവറൽ വിൻഡോസ് ഉണ്ട്. അതിലാണ് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റിയും പ്രിക്യൂഷണറി ആൻഡ് ലിക്വിഡിറ്റി ലൈനും വരുന്നത്. എന്താണ് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി?
ഒരു കൺട്രി എപ്പോഴാണോ ഒരു രാജ്യം എപ്പോഴാണോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വരുന്ന സമയത്ത് IMF ലോൺ നൽകി സഹായിക്കുന്നു. ഇതിനെയാണ് എസെൻഷ്യൽ ഫണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2021 പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്സ് വരുന്നുണ്ട്. അതേപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സെർട്ടൻ കണ്ടീഷൻസ് വരുന്നുണ്ട്. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻഷുറൻസ് പെനിട്രേഷനും ഇൻഷുറൻസ് ഡെൻസിറ്റിയെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇവിടെ ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഇൻഷുറൻസ് ഡെവലപ്മെന്റിനാണ് ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസ് പെനിട്രേഷൻ ഈസ് എ മെട്രിക് used to measure the development of a country's insurance sector. ഒരു രാജ്യത്തിൻ്റെ ഇൻഷുറൻസ് സെക്ടറിൻ്റെ ഡെവലപ്മെന്റിനാണ് ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇൻഷുറൻസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെട്രിക് യൂസ്ഡ് ടു അസസ് ദ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രീസ് ഇൻഷുറൻസ് സെക്ടർ. ഒരു രാജ്യത്തിൻ്റെ ഇൻഷുറൻസ് സെക്ടറിൻ്റെ ലെവൽ ഓഫ് ഡെവലപ്മെന്റിനെ മെഷർ ചെയ്യുന്നതാണ് ഇൻഷുറൻസ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 7 രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. പിഗോവിൻ ടാക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പിഗോവിൻ ടാക്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ മാസത്തെ കറണ്ട് അഫയേഴ്സ് ജനുവരി മന്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നത് പിഗോവിൻ ടാക്സ് ബേസിട്ടാണ്. ടുബാക്കോ ടാക്സ് വരുന്നുണ്ട്, ടാക്സ് ഓൺ പ്ലാസ്റ്റിക് ബാഗ്സ് വരുന്നുണ്ട്, അതേപോലെ കാർബൺ എമിഷൻ ടാക്സ് വരുന്നുണ്ട്. എന്താണ് പിഗോവിൻ ടാക്സ് വരുന്നത്? അതായത് എന്തൊക്കെയാണോ നമ്മളുടെ എൻവയോൺമെന്റിനെ ഹാർംഫുള്ളായിട്ട് അഫക്ട് ചെയ്യുന്ന അതിലേക്ക് ടാക്സ് ഉൾപ്പെടുത്തുന്നതിനെയാണ് പിഗോവിൻ ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പം ടുബാക്കോ എൻവയോൺമെന്റ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാഗ്സ് എൻവയോൺമെന്റ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കാർബൺ എമിഷൻ എൻവയോൺമെന്റ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ടാക്സ് കൊണ്ടുവരും. ഇതിനെയാണ് നൽകുന്നതാണ് പിഗോവിൻ ടാക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. അർബൻ ഇമ്പൾഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. The population pressure on immigrants in the central part of the city. Question number 9ന്റെ correct answer option D ആണ്. അതായത് urbanization, the concentration of people in the center of the city. ഇതിനെയാണ് urban impulsion എന്ന് പറയുന്നത്. Urbanization is the process of more people moving from rural areas to cities. അടുത്ത question number 10. Question number 10ന്റെ correct answer option B ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു: ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2010 എന്ന് പറയുന്നു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അല്ല, നോൺ സ്റ്റാറ്റ്യൂട്ടറി അപ്പൽസ് ബോഡിയാണ്. ഇത് ചെയർ ചെയ്യുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിൽ വരുന്നു. ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി അപ്പെക്സ് ബോഡിയാണ്. ഇത് ചെയർ ചെയ്യുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ തന്നെയാണ്. ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 2010-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ ഈസ് എ പ്രൊപ്പോർഷൻ ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് ഇൻ ക്യാഷ് ടു ദ എമൗണ്ട് ദേ കീപ് ഇൻ ദ ബാങ്ക് ഡെപ്പോസിറ്റ്. അതായത് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ്, അതിന് സേവിങ് അക്കൗണ്ട് ആയിട്ട് FD ആയിട്ടൊക്കെ ഡെപ്പോസിറ്റ്, അതിനെയാണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിൽ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രം കറക്റ്റ് ആവും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ് ബൈ എ പേഴ്സൺ റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ in 10% or more of equity capital of a listed Indian company only. ഇവിടെ ഈ only വരുന്നു.
അതായത് ലിസ്റ്റഡ് കമ്പനിയിൽ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, ലിസ്റ്റഡ് കമ്പനിയിലല്ല അൺലിസ്റ്റഡ് കമ്പനിയിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. The proposals for foreign direct investment under the government route are considered by RBI എന്നാണ് പറയുന്നത്. See, foreign direct investment proposals ഗവൺമെന്റ് റൂട്ടിൽ ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, RBI അല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 12ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13 അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റി, അതായത് ആശ പ്രോഗ്രാമിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ദ ആശ പ്രോഗ്രാം ഈസ് ഇന്റൻഡഡ് ടു അറ്റൈൻ ദ ഗോൾ ഓഫ് ഇൻക്രീസിംഗ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഇൻ ദ ഹെൽത്ത് സിസ്റ്റം. അതായത് ഗവൺമെന്റിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം സ്കീംസിനെ ബേസ് ചെയ്ത് ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ആശ പ്രോഗ്രാം, അവരുടെ ആ വോളണ്ടിയേഴ്സ് വർക്കേഴ്സിന്റെ മെയിൻ എയിം. It was launched as a part of National Rural Health Mission and was extended to urban settings as well with the launch of National Urban Health Mission. Second statement correct ആണ്. Third statement നോക്കൂ. It is mandated to maintain one ASHA per habitation across India. Third statement correct ആണ്. Question number 13ന്റെ correct answer option C ആണ്. ഇവിടെ എന്താണ് ആശ വോളണ്ടിയേഴ്സ് വർക്കേഴ്സ്, അവരുടെ ഒരു ബ്രീഫ് നോട്ട് നൽകിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14ന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് മൈൻസ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ കീഴിൽ വരുന്നതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ന് പറയുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലല്ല വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് വരുന്നത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ കീഴിലാണ് വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ കമ്മീഷൻ ഓഫ് റെയിൽവേ സേഫ്റ്റി ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നു. ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമുക്കൊരു കൺഫ്യൂഷൻ വരും, കാരണം റെയിൽവേ സേഫ്റ്റി മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലാണോ എന്ന്. കമ്മീഷൻ ഫോർ റെയിൽവേ സേഫ്റ്റി വരുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിൽ തന്നെയാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ 14th ക്വസ്റ്റ്യനിലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ്. ബാക്കി മൂന്നും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 15 സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു. സോഷ്യൽ എന്റർപ്രൈസസ് ഹാവിംഗ് സോഷ്യൽ ഇന്റന്റ് ആൻഡ് ഇമ്പാക്ട് ക്യാപ് യൂട്ടിലൈസ് ദ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഫോർ ദർ ഫണ്ട് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോഷ്യൽ ഓഡിറ്റ് ഷാൽ ബി മാൻഡേറ്റഡ് ഫോർ സോഷ്യൽ എന്റർപ്രൈസ് റൈസിംഗ് ഫണ്ട് ഓൺ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. എന്താണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? അതായത് ഗവൺമെന്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ചേഞ്ച് ആണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അലോസ് ദ ലിസ്റ്റിംഗ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡിംഗ് ദം ടു അൾട്ടർനേറ്റ് ഫണ്ട് റേസിംഗ് സ്ട്രക്ചർ. ഇതിലൂടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷന് ഫണ്ട് റൈസ് ചെയ്യാൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ. ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കൂടെയാണ് സാധ്യമാകുന്നത്. മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് സീറോ കൂപ്പൺ, സീറോ പ്രിൻസിപ്പൽ ബോണ്ട്സും സോഷ്യൽ വെഞ്ചർ ബോണ്ട്സും മ്യൂച്വൽ ഫണ്ട്സും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. ക്വസ്റ്റ്യൻ നമ്പർ 16ൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 16ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതിൽ ഇതെല്ലാം തന്നെ പ്രൊഹിബിറ്റഡ് ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ പ്രൊഹിബിറ്റഡ് ആണ്. റിയൽ എസ്റ്റേറ്റ്, അഗ്രികൾച്ചർ, ലോട്ടറി ബിസിനസ്, നീതി കമ്പനി, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, അതേപോലെ അറ്റോമിക് എനർജി, അഗ്രികൾച്ചർ, ട്രേഡിംഗ് ഇൻ ട്രാൻസ്ഫർ, ഡെവലപ്മെന്റ് റൈറ്റ്സ് എല്ലാം തന്നെ ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഹിബിറ്റഡ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 16ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17 ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്. അതായത് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിന്റെ കീപ്പ് ചെയ്യേണ്ട ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ ഒരു പ്രാക്ടീസിന്റെ സിസ്റ്റത്തിനാണ് ഈ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്
എന്ന് പറയുന്നത്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് ഇസ് എ സിസ്റ്റം ഫോർ എൻഷുറിംഗ് ദാറ്റ് ദ പ്രോഡക്ട്സ് ആർ കൺസിസ്റ്റന്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺട്രോൾഡ് അക്കോർഡിംഗ് ടു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 17ന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18, സ്റ്റേറ്റ് ഓഫ് ടീച്ചേഴ്സ് ടീച്ചിങ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ റിപ്പോർട്ടിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ പറയുന്നു, ദ റിപ്പോർട്ട് ഈസ് റിലീസ്ഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം സ്റ്റേറ്റ് ഓഫ് ടീച്ചേഴ്സ് ടീച്ചിങ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്, അല്ലാതെ ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡും തേർഡും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19, വൈറ്റ് ഗുഡ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വൈറ്റ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അതായത് ഇലക്ട്രിക് ഗുഡ്സ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് യൂസ്. അതായത് നമ്മുടെ വീടുകളിലെ ലാർജ് ഹോം അപ്ലയൻസ്, സ്റ്റൗസ്, റെഫ്രിജറേറ്റേഴ്സ്, ഫ്രീസേഴ്സ്, വാഷിംഗ് മെഷീൻസ്, ഇതിനെയൊക്കെയാണ് വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. വൈറ്റ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഗുഡ്സ് ആർ ട്രഡീഷണൽ റെഫേഴ്സ് ടു large home appliances such as stoves, refrigerators, freezers and washing machines. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20, ടൗൺ ഓഫ് എക്സ്പോർട്ട് എക്സലൻസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ നൽകിയിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. എന്താണ് ടൗൺ ഓഫ് എക്സ്പോർട്ട് എക്സലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് നഗരങ്ങളുണ്ട്. ഈ ഏതെങ്കിലും ഒരു ടൗണിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, പല പ്രോഡക്റ്റ്സ്, ഇപ്പം ഹാൻഡ്ലൂം ആവാം, ഹാൻഡിക്രാഫ്റ്റ്സ് ആവാം, അഗ്രികൾച്ചർ ആവാം, ഫിഷറീസ് ആവാം. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ഒരു ടൗണിൽ നിന്നും എക്സ്പോർട്ട് ഗ്രോത്ത്, അതിൻ്റെ ഇൻകം അതിൽ നിന്നാണുള്ളത് ഒരു 750 crore അതിന് മുകളിലോ എക്സ്പോർട്ട് ഒരു ടൗണിൽ നിന്ന് സ്ഥാപിക്കുന്നതിനെയാണ്, ആ ടൗണിനാണ് എക്സ്പോർട്ട് ഓഫ് എക്സലൻസ് എന്നുള്ള വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് ദ ഗിവൺ to towns that produce goods worth at least rupees 750 crore based on their growth potential for exports. First statement correct ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഉത്തർപ്രദേശ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ടൗൺ ഓഫ് എക്സ്പോർട്ട് എക്സലൻസ്. കറക്റ്റ് ആണ്. കാരണം ഒരുപാട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ടൗൺസ് ഓഫ് എക്സ്പോർട്ട് എക്സലൻസ്. ഇപ്പം കേരളത്തിലാകുമ്പോൾ മെയിനായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്ന ഒന്ന് സീ ഫുഡ്, കൊയർ പ്രോഡക്ട്സ്, കാഷ്യൂ പ്രോഡക്ട്സ് ഒക്കെയാണ്. പക്ഷേ ഉത്തർപ്രദേശ് ഇപ്പം 3 പ്രോഡക്ട്സിൻ്റെ കാര്യമാണ് കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഉത്തർപ്രദേശിന് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. സോ ഉത്തർപ്രദേശ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ടൗൺ ഓഫ് എക്സ്പോർട്ട് എക്സലൻസ് ആണ്. ഇത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ കീഴിലാണ് വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൾ 3 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. ഈ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഓപ്ഷൻ സി മിലറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 21. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22, കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ് ലോ പവർ റേഡിയോ സ്റ്റേഷൻസ് ആണ്. ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആണ്. അതായത് ലോക്കൽ പ്ലാറ്റ്ഫോംസിന് ഒരു വോക്കൽ വോയിസും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഉള്ളതാണ് ഈ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻസ്. 10 to 50 kilometers ആണ് ഇതിൻ്റെ കവറേജ്, 10 to 15 kilometers. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ദ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ഓൺലി ഡിപ്ലോമ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നു. നമുക്കറിയാം യു ജി സി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് നോൺ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ കാര്യങ്ങളൊക്കെയാണ് UGC ഡീൽ ചെയ്യുന്നത്. എന്നാൽ ടെക്നിക്കൽ വിഭാഗത്തിലുള്ള എഡ്യൂക്കേഷന് ഡീൽ ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ it doesn't include undergraduate institutions. So third statement incorrect ആണ്. Question number 23 correct answer option B ആണ്. അടുത്ത question number 24, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ദ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1960 ബൈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. കറന്റ് ഇറ്റ് ഹാസ് 4 members. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിൽ 4 മെമ്പേഴ്സാണ് ഉള്ളത്. ഐസ്ലാൻഡ്, ലിechtenstein, നോർവേ, സ്വിറ്റ്സർലാൻഡ്. 1960 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് ന്യൂസിൽ വരാൻ കാരണം ഇന്ത്യ റീസെൻ്റ്ലി യൂറോപ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുമായിട്ട് സൈൻ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. ക്വസ്റ്റ്യൻ നമ്പർ 25 ഇലക്ട്രൽ ബോണ്ട്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25ൻ്റെ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 25ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, ഇലക്ട്രൽ ബോണ്ട്സ് are financial instruments which can be bought by companies and individuals. Those identities are kept anonymous and donated to political parties. Electoral bonds are financial instruments which can be bought by companies, individuals. Those identities are kept anonymous for political party. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്പർ 25ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ക്യാൻ ബി ബ്രോട്ട് ബൈ കമ്പനീസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ദോസ് ഐഡന്റിറ്റീസ് ആർ കെപ്റ്റ് അനോണിമസ് ആൻഡ് ഡൊണേറ്റഡ് ടു പൊളിറ്റിക്കൽ പാർട്ടി. അതായത് ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ആരാണോ പൈസ നൽകുന്ന ആ ആളുടെ ഐഡന്റിറ്റി അനോണിമസ് ആയിട്ട് വെക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു എനി ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ആൻഡ് എൻകാഷ് ഇലക്ട്രൽ ബോണ്ട്സ് ദാറ്റ് ആർ സോൾഡ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 1000, 10,000, 1 lakh, 10 lakh and 1 crore. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SBI മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് നൽകാൻ SBIക്ക് മാത്രമാണ്, അതായത് പബ്ലിക് സെക്ടർ ബാങ്കായ SBIക്ക് മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് പുറത്തെടുക്കാനുള്ള അധികാരം നൽകിയിട്ടുള്ളത്. എനി ബാങ്ക് അല്ല, SBIക്ക് മാത്രമാണുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത് ഇൻ ആൻ യുനാനിമസ് ജഡ്ജ്മെന്റ് ദി സുപ്രീം കോർട്ട് സ്ട്രക്ക് ഡൗൺ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് മാനിഫെസ്റ്റ്ലി ആർബിട്രറി ദി ഇലക്ട്രൽ ബോണ്ട് സ്കീം. ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീം റീസെന്റ് സുപ്രീം കോടതി ഇത് ഇല്ലാതാക്കുകയാണ് ഉണ്ടായത്. സ്കീം ഇല്ലാതാക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ടുവരുന്നത് തന്നെ ഒരു സുതാര്യത, ഇലക്ഷൻ ഫണ്ടിൽ ഒരു സുതാര്യത കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യത്തിലൂടെയാണ് ഇലക്ഷൻ ബോണ്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ഇത് വിവരാവകാശ ലംഘനം നടക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കാരണം കൊണ്ടാണ് സുപ്രീം കോടതി ഇലക്ഷൻ ബോണ്ട് സ്കീം ഇല്ലാതാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് സുപ്രീം കോടതി ഇലക്ഷൻ ബോണ്ട് സ്കീം ഇല്ലാതാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം വിവരാവകാശ ലംഘനം, അതേപോലെ മറ്റൊന്ന് ഇലക്ട്രൽ ബോണ്ട് അടിസ്ഥാന ആശയം തന്നെ വിരുദ്ധമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരാണ് പൈസ നൽകുന്നത് എന്ന് ആർക്കും മറ്റു ആൾക്കാർ അറിയാൻ സാധിക്കുന്നില്ല. സോ അതിലൊരു സുതാര്യത നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റാണ്. എന്തുകൊണ്ടെന്ന് SBI മാത്രമാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 25ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, only 2. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 26 കോഡസ് അലിമെന്ററീസ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്റർനാഷണൽ ഫുഡ് ട്രേഡ്. Codes Alimentaries Commission is an international food standard body established jointly by the Food and Agriculture Organization and World Health Organization. Question number 26 the correct answer option D ആണ്. അടുത്ത question number 27 Financial Service Institutions Bureau. Question number 27 the correct answer ഇവിടെ Financial Service Institution Bureau recently seen in news has replaced one of the following organization ആണ്. അത് ഓപ്ഷൻ ഡി ആണ്, ബാങ്ക്സ് ബോർഡ് ബ്യൂറോയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ ഇവിടെ 2022 ഈ ബ്യൂറോ ബാങ്ക് ബോർഡ് ബ്യൂറോനെ റീപ്ലേസ് ചെയ്താണ് ഈ ഒരു ഫിനാൻഷ്യൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്യൂറോ വരുന്നത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയി SBI
അതേപോലെ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ചീഫ്സിനെ ഇലക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ബ്യൂറോയുടെ കർത്തവ്യങ്ങൾ. ഇറ്റ്സ് എ സിംഗിൾ എൻറ്റിറ്റി ഫോർ മേക്കിംഗ് റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓൾ ടൈം ഡയറക്ടേഴ്സ്, നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ for public sector banks, insurance companies, financial institutions. So, Financial Service Institution Bureau main ആയിട്ടുള്ള purpose is to select the chiefs of public sector banks. SBI ചീഫിനെ സെലക്ട് ചെയ്യുക, അതേപോലെ മറ്റ് ഇൻഷുറൻസ് കമ്പനീസിനെ ചീഫ് സെലക്ട് ചെയ്യുക എന്നൊക്കെയാണ് ഇതിൻ്റെ മെയിൻ എയിംസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28 ജനറൽ ബഡ്ജറ്റിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ആസ് എ സെപ്പറേറ്റ് ബഡ്ജറ്റ് ഫോർ വുമൺ അലോങ് വിത്ത് ദ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റ്. ജനറൽ ബഡ്ജറ്റിൻ്റെ ഇതൊരു സെപ്പറേറ്റ് ബഡ്ജറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നില്ല. ജനറൽ ബഡ്ജറ്റിൻ്റെ കൂടെ തന്നെ വുമണിന് വേണ്ടിയിട്ടുള്ള ഏതൊരു സ്കീംസ് ആണോ ഏതൊരു പ്രോഗ്രാംസിന് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് കറക്റ്റായിട്ട് ഒരു ഔട്ട്കം ബേസ് ചെയ്ത് നൽകുന്നതാണ് ഈ ജനറൽ ബഡ്ജറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ബഡ്ജറ്റിംഗ് ഇൻക്ലൂഡ്സ് ഓൺലി ദി സ്കീംസ് ഇൻ വിച്ച് 100% പ്രൊവിഷൻ ഈസ് ഫോർ വുമൺ എന്ന് പറയുന്നു. ഇവിടെ 100% മാത്രമല്ല, മറ്റ് സ്കീംസിൽ 30 വന്നാലും 30 ഉള്ളൂ എല്ലാം തന്നെ ജനറൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. 100% മാത്രമല്ല. അതായത് ഇപ്പം നിർഭയ ഫണ്ട് 100% അലോക്കേഷൻ സ്ത്രീകൾക്ക് മാത്രമാണ്. എന്നാൽ ഇപ്പം PM പോഷൻ ഓർ PM സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ ഇതിലെല്ലാം തന്നെ 100% വുമണിന് മാത്രമല്ല, ഗേൾസിന് മാത്രമല്ല, ബോയ്സിനും വരുന്നുണ്ട്. സോ 30 to 99% വരുന്നുണ്ട്. അതേപോലെ PM കിസാൻ യോജന 30% വരുന്നു. സോ ഇവിടെ അതുകൊണ്ടാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആവുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ബഡ്ജറ്റായിട്ടൊന്നും പ്രഖ്യാപിക്കുന്നില്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 28ൻ്റെ correct answer option A ആണ്. General budgeting aims to ensure that public resources are collected and spent based on differing gender needs and priorities. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. ക്വസ്റ്റ്യൻ നമ്പർ 29 ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് കൺസെപ്ച്വലൈസ്ഡ് ആൻഡ് മാനേജ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഈ ഒരു ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം RBIയുടെ ഐഡിയയാണ്. കൺസെപ്ഷനായി RBIയുടെ ഐഡിയയാണ് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം. ഇത് മാനേജ് ചെയ്യുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്, RBI അല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം RBIയുടെ ഐഡിയയാണ്. ഇത് മാനേജ് ചെയ്യുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കീഴിലാണ് ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30 ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണലിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 30ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അതേപോലെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണൽ ഈസ് എ ക്വാസി ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് അണ്ടർ 1941 ആണ്. 1922 അല്ല, 1941 ആണ് ഇത് ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണൽ സെറ്റപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണൽ ആസ് എ മദർ ട്രിബ്യൂണൽ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇൻകറക്റ്റ് ആണ്. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നു. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലല്ല വരുന്നത്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിൻ്റെ കീഴിലാണ് വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 30യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. സോ ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണലിനാണ് മദർ ഓഫ് ട്രിബ്യൂണൽ എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ഇൻകം ടാക്സ് ട്രിബ്യൂണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീസ് വേരിയസ് ടാക്സ് ബേസ്ഡ് വേരിയസ് ഓർഡേഴ്സ് നൽകും. അപ്പം നമുക്ക് എന്തെങ്കിലും അതിൽ എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്പീൽ കൊടുക്കാം, ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രിബ്യൂണലിൽ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31 റെഫറൻസ് വ്യൂവിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. 31ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 31. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32 സീറോ ലിക്വിഡ് ഡിസ്ചാർജിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അതായത് ഇപ്പം ഇൻഡസ്ട്രിയിൽ നിന്ന്
വരുന്ന വേസ്റ്റ് വാട്ടറിനെ വീണ്ടും പ്യൂരിഫൈ ചെയ്ത് റീയൂസ് ചെയ്യുന്നതാണ് ഈ സീറോ ലിക്വിഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33 കമ്മ്യൂണിറ്റി റേഡിയോ ഇനിഷ്യേറ്റീവിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നേരത്തെ നമ്മൾ കമ്മ്യൂണിറ്റി റേഡിയോ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ടതാണ്. ടു എംപവർ മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ടു അഡ്രസ് ദ ലോക്കൽ ഇഷ്യൂസ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 33. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34 ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 34. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം നമുക്ക്. Open Network for Digital Commerce is an initiative for promoting open networks for the exchange of goods and services over digital or electronic networks എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് അഡോപ്റ്റ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഓപ്പൺ പ്രോട്ടോകോൾ ആൻഡ് മോഡൽ ആഫ്റ്റർ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫറൻസ് UPI പ്രോജക്റ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതായത് എന്താണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് UPIയുടെ കീഴിൽ നമുക്ക് വീട്ടിലെ വാട്ടർ ബില്ല് അടയ്ക്കാം, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം, അതേപോലെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാം അല്ലേ. അപ്പം ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മളിപ്പോൾ സുമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, സ്വിഗ്ഗി വരെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം ക്യാബ് ബുക്ക് നമുക്ക് ഓൺലൈനിൽ ആപ്പ് വഴി ബുക്ക് ചെയ്യാം. അതേപോലെ ആമസോണും ഫ്ലിപ്കാർട്ടിലും വഴി നമുക്ക് സാധനങ്ങൾ മേടിക്കുകയും ചെയ്യാം. ഇതെല്ലാം ഒരുപാട് ആപ്സിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. എന്നാൽ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സിൽ എന്ന് വെച്ചാൽ ഒരു ആപ്പാണ്. ഈ ആപ്പിൻ്റെ കീഴിൽ ഇതെല്ലാം വരുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഗ്രോസറീസ് മേടിക്കാം, ഹൗസ് ഹോൾഡ് സർവീസ്, ക്ലീനിങ്, ഫുഡ് ഡെലിവറി, ക്യാബ് ബുക്ക് ചെയ്യാം, സാധനങ്ങൾ മേടിക്കാം. ഇതെല്ലാം തന്നെ ഒറ്റ ആപ്പിൽ വരുന്നതിനാണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ്റർട്രേഡിൻ്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. ഇത് ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36 ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് എക്കണോമി ദ ടേം ഡീഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 36ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എ ഡെലിബറേറ്റ് സ്ട്രാറ്റജി ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് എനർജി ആൻഡ് റിസോഴ്സസ്. അതായത് നമുക്കിപ്പോൾ എക്കണോമിക് ഗ്രോത്ത് മെയിനായിട്ട് മെഷർ ചെയ്യുന്ന GDP ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ഡീഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എൻഷുർ ദ വെൽബീയിങ് ഓഫ് ദി പീപ്പിൾ, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹ്യൂമൻ ലിവിങ് സ്റ്റാൻഡേർഡിനൊക്കെ ഇൻഡിക്കേറ്റ്സ് ചെയ്യുന്നതാണ് ഡീഗ്രോത്ത് എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ മെഷർമെൻറ്റ് എക്കണോമിക് ഗ്രോത്ത് മെയിനായിട്ടും മെഷർ ഓഫ് GDP ആണ്. എന്നാൽ ഡീഗ്രോത്തിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങളുടെ വെൽബീയിങ്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഹ്യൂമൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37 പ്രധാനമന്ത്രി വിശ്വകർമ്മ സ്കീമിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 37ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു, പ്രധാനമന്ത്രി വിശ്വകർമ്മ സ്കീംസ് എയിംഡ് അറ്റ് പ്രൊവൈഡിങ് എൻഡ് ടു എൻഡ് സപ്പോർട്ട് ഫോർ ആർട്ടിഷ്യൻസ് ആൻഡ് ക്രാഫ്റ്റ് പീപ്പിൾ. ഇതുവരെ കറക്റ്റാണ്. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇത് മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഡെവലപ്മെൻറ്റ് എൻ്റർപ്രണർഷിപ്പിൻ്റെ കീഴിൽ വരുന്നതല്ല. ഇത് MSME മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിന് കീഴിലാണ് വരുന്നത്. എന്നാൽ ഈ ഒരു സ്കീം ജോയിൻലി ഇംപ്ലിമെൻറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് MSME ആണ്. പക്ഷേ ഇത് കീഴിൽ വരുന്നത് MSMEയുടെ കീഴിലാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് റോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് സെൻട്രലി സ്പോൺസർ സ്കീം എന്ന് പറയുന്നത് ഇത് സെൻട്രലി സ്പോൺസർ സ്കീമല്ല, സെൻട്രൽ സെക്ടർ സ്കീമാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ പ്രധാനമന്ത്രി വിശ്വകർമ്മ സ്കീം മെയിനായിട്ടും ഈ സ്കീം വരുന്നത് മിനിസ്ട്രി ഓഫ് MSME കീഴിലാണ്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഡിസൈൻ ടു അപ്ലിഫ്റ്റ് ദ ട്രഡീഷണൽ ആർട്ടിഷ്യൻസ് ആൻഡ് ക്രാഫ്റ്റ് പീപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38 സ്വച്ഛ് ഗ്രീൻ ലീഫ് റേറ്റിംഗ്
recently seen in news was launched by Ministry of Tourism, and option B is the correct answer. Main item such green leaf rating the aim എന്ന് വെച്ച് കഴിഞ്ഞാൽ to ensure world class hygiene and sanitation in hotel, resorts and homestays ആണ്. അതായത് ഹോട്ടൽ, റിസോർട്ട്സ്, ഹോം സ്റ്റേസിലെല്ലാം തന്നെ വേൾഡ് ക്ലാസ് ഹൈജീൻ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് ഈ സ്വച്ഛത ഗ്രീൻ ലീഫ് റേറ്റിംഗിന്റെ എയിം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഗ്ലോബൽ അലിയൻസ് ഫോർ ഗ്ലോബൽ ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 39ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ USA ഡ്യൂറിംഗ് ദ 54th വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്നത്. 54th ഇത് USA അല്ല എസ്റ്റാബ്ലിഷ് ചെയ്ത്, ഇന്ത്യയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. ക്വസ്റ്റ്യൻ നമ്പർ 40യുടെ കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 40 ഇങ്ങനെ പറയുന്നു, ദ ഓർഗാനിക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മെൻഷൻഡ് അബോവ് ആർ എക്സാമ്പിൾസ് ഓഫ്. ഓപ്ഷൻ സി ആണ്, നോർമൽ ഗുഡ്സിലാണ് വരുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം നോർമൽ ഗുഡ്സ് ആണ് വരുന്നത്. ഈ വെബ്ലൻ ഗുഡ്സ് എന്ന് വെച്ചാൽ ലക്ഷറി പ്രോഡക്ട്സ്, ലക്ഷറി ഗുഡ്സ് ആണ്. ഐഫോൺ, ലക്ഷറീസ് കാർ, ലക്ഷറീസ് ഹോംസ്, ഇതെല്ലാമാണ് വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസത്തെ ജനുവരി മാസത്തെ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് എന്നും എന്താണ് ഡിഫറെൻറ്റ് ഗുഡ്സ് എന്നും. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നോർമൽ ഗുഡ്സ് വരുന്നു. വെബ്ലൻ ഗുഡ്സ് എന്ന് വെച്ചാൽ ലക്ഷറി ഐറ്റംസിനാണ് വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. കോർ ഇൻഫ്ലേഷൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നു, ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ഫുഡ് ആൻഡ് എനർജി. സി ദ കോർ ഇൻഫ്ലേഷനിൽ ഫുഡും എനർജിയും എക്സ്ക്ലൂഡഡ് ആണ്. ഇറ്റ് എക്സ്ക്ലൂഡഡ് ഫുഡ് ആൻഡ് എനർജി പ്രൈസസ്. എന്തുകൊണ്ട് കോർ ഇൻഫ്ലേഷനിൽ ഫുഡും എനർജി പ്രൈസസും എക്സ്ക്ലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇറ്റ് എക്സ്ക്ലൂഡഡ്, ദ കോർ ഇൻഫ്ലേഷനിൽ എക്സ്ക്ലൂഡഡ് ഫുഡും എനർജി പ്രൈസും എക്സ്ക്ലൂഡഡ് ആണ്. അതേപോലെ ഇൻകം ടാക്സും എക്സൈസ് ഡ്യൂട്ടീസ് എല്ലാം എക്സ്ക്ലൂഡഡ് ആണ്. എന്നാൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനാണ് ടോട്ടൽ ഇൻഫ്ലേഷൻ ഞാൻ എക്കണോമി എന്ന് പറയുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ ഫുഡും എനർജി പ്രൈസും ഇൻക്ലൂഡഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. ക്വസ്റ്റ്യൻ നമ്പർ 42ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ബയോ എക്കണോമി റിപ്പോർട്ട് ഈസ് എ ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ദി സെന്റർ ഫോർ ടെക്നോളജി ഇന്നോവേഷൻ ആൻഡ് എക്കണോമിക് റിസർച്ച് എന്നാണ് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിലാണ് ഇന്ത്യ ബയോ എക്കണോമി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്. അതേപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഡിക്ലൈൻ എന്നാണ് പറയുന്നത്. ഡിക്ലൈൻ ഒന്നുമല്ല, ഇംപ്രൂവ് ചെയ്താണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. ക്വസ്റ്റ്യൻ നമ്പർ 43ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സി ടാക്സ് ടു GDP റേഷ്യോ ഡിക്ലൈൻ ആണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസിന് ഫണ്ടില്ല എന്നാണ് അർത്ഥം. അതേ സമയത്ത് ടാക്സ് ടു GDP റേഷ്യോ ഗുഡ് ആയിട്ട് പോവുകയാണെങ്കിൽ there is fund for the expenses. So question number 43 correct answer option B ആണ്. അടുത്ത question number 44. question number 44ന്റെ correct answer option C ആണ്. തന്നിരിക്കുന്ന എല്ലാം കറക്റ്റ് ആണ്. അൺസ്ക്രൂഡ് സർഫസ് വെസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടോ ഷിപ്പോ ക്രൂ മെമ്പേഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇതിനെയാണ് അൺസ്ക്രൂഡ് സർഫസ് വെസൽ എന്ന് പറയുന്നത്. അടുത്ത question number 45. ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 45ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇവിടെ ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ദ ഫണ്ട് സ്കീം എയിംസ് അറ്റ് സപ്പോർട്ടിംഗ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്നോവേഷൻ ഡ്രിവൻ എന്റർപ്രൈസ് ഇൻ ദ കൺട്രി. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, സ്കീം ഡയറക്ട്ലി ഇൻവെസ്റ്റ് മണി ഇൻ ദ ഗ്രോയിങ് ഇൻ സ്റ്റാർട്ടപ്സ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്.
ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്കാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പല ഫണ്ട്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്പ്. അതേപോലെ മറ്റൊന്ന് ഫണ്ട്സ് ഒക്കെയാണ് ഏഞ്ചൽ ഫണ്ട്സ്, സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റേഴ്സ്, അതേപോലെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 46. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നു: ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഈസ് ഗവേൺഡ് ബൈ ഫിനാൻസ് ആക്ട് 1994 എന്ന് പറയുന്നത് 1994 അല്ല, 1961 ആണ്. എന്താണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ്സ് എ പ്രൊസീജിയർ ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു കളക്ട് ടാക്സസ് അറ്റ് ദ സോഴ്സ് ഓഫ് ഇൻകം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 47ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 48. ഉജ്ജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 48ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അതേപോലെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് വരുന്നതാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ല, മിനിസ്ട്രി ഓഫ് പവർ ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പറയുന്നത്: ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ സ്റ്റേറ്റ്സ് ടു ജോയിൻ ദി സ്കീം ടു ഫൈൻഡ് എ പെർമനന്റ് സൊല്യൂഷൻ ടു ദി ഫിനാൻഷ്യൽ മെസ് ദ പവർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. മാൻഡേറ്ററി അല്ല, എല്ലാ സ്റ്റേറ്റ്സിനും മാൻഡേറ്ററി അല്ല. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ഫോർ ഓൾ സ്റ്റേറ്റ്സ്. The Ujjwal Discom Assurance Yojana is a scheme is optional for state governments. Is optional for state governments. The scheme was announced in 2015 to help the state power distribution utilities with their finances and operations. Some states have chosen only participate in operational parameters of the scheme. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. ഫാസ്റ്റാഗിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്: എനി വെഹിക്കിൾ നോട്ട് ഫിറ്റഡ് വിത്ത് ഫാസ്റ്റാഗ് വിൽ ഹാവ് ടു പേ ട്വൈസ് ദ ടോൾ അറ്റ് ഇലക്ട്രോണിക് ടോൾ പ്ലാസ അക്രോസ് ഇന്ത്യ. ഏതൊരു വെഹിക്കിളാണോ വാഹനമാണോ ഫാസ്റ്റാഗ് ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ, അതിൻ്റെ വിൻഡോ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇല്ല എങ്കിൽ ടോളിൽ ഡബിൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരുന്നത്: ഡിവൈസ് എംപ്ലോയീസ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി ഫോർ പേയ്മെന്റ്. ഈ ഒരു റേഡിയോ ഐഡന്റിഫിക്കേഷൻ ഫ്രീക്വൻസി ടെക്നോളജി ബേസ്ഡ് ചെയ്താണ് ഈ ഒരു ഇത് നടക്കുന്ന ഈ പ്രോസസ്സ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുന്നത്: പബ്ലിക് ട്രാൻസ്പോർട്ട് ഇസ് എക്സംപ്റ്റഡ് ഫ്രം യൂസിങ് ഫാസ്റ്റാഗ് ആസ് വെൽ ആസ് പേയിങ് ടോൾസ്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട്സിൽ നിന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. The public transport vehicles like state and interstate buses are exempt from paying toll tax, are not required to have FASTag. Public transport vehicles in FASTag ന്റെ ആവശ്യമില്ല. The National Highways Authority of India will charge double the toll fee for vehicles that enter a toll lane without a FASTag affixed to the front windshield. അപ്പം ഏതൊരു വെഹിക്കിളാണ്, പ്രൈവറ്റ് വെഹിക്കിളോ ഫാസ്റ്റാഗ് ഇല്ലാതെ ടോൾസിൽ അപ്രോച്ച് ചെയ്താൽ നാഷണൽ ഹൈവേ അതോറിറ്റി പ്രകാരം ഡബിൾ ചാർജ് ഉണ്ടാവും. സോ എവരി വൺ ഹാസ് ടു കീപ് ഫാസ്റ്റാഗ് ഓൺ ദ പ്രൈവറ്റ് വെഹിക്കിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50. പ്രധാനമന്ത്രി കിസാൻ മൻ ധൻ യോജന ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 50ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. എന്താണ് പ്രധാനമന്ത്രി കിസാൻ മൻ ധൻ യോജന? ഒരു പെൻഷൻ സ്കീമാണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ ബില്ല് വരുന്നതാണ്. ഇത് പ്രകാരം ഫാമേഴ്സിന് ഒരു മാസം പെർ മന്ത് 3000 rupees വെച്ച് ലഭിക്കുന്ന പെൻഷൻ സ്കീമാണ് പ്രധാനമന്ത്രി കിസാൻ മൻ ധൻ യോജന. 65 വയസ്സിന് ശേഷം അതിന് മുമ്പ് തന്നെ പല ഇതായിട്ട് മാസം 55 രൂപയോ 200 രൂപയോ വെച്ച് അടയ്ക്കാവുന്ന മന്ത്ലി കോൺട്രിബ്യൂഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 50ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51.
ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ക്വസ്റ്റ്യൻ 51 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഇൻകറക്റ്റ് ആണ്. അതായത് ഏതൊരു നോൺ ബാങ്ക് എൻറ്റിറ്റീസിനാണോ ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സിൽ വരുന്നത് അതിന് ചില ക്രൈറ്റീരിയസ് ഉണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഉണ്ട്. അതിലൊന്നാണ് ഈ കമ്പനീസിന് നെറ്റ് വർത്ത് അറ്റ്ലീസ്റ്റ് 25 crores ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 25 crores ആണ്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് 50 crore ആണ്. 50 crore അല്ല, 25 crore ആയിരിക്കും. എങ്കിൽ മാത്രമേ ഒരു നോൺ ബാങ്ക് എൻറ്റിറ്റീസിന് ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 51 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെയും ഭാരത് പേയ്മെൻറ്റ് ബില്ലിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം RBIയുടെ ഐഡിയ ആണ്. ഇത് മാനേജ് ചെയ്യുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്നതാണ് ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ്. ഇത് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആക്ട് 2007 ബേസ് ചെയ്തിട്ടാണ്, ഈ ആക്ട് ബേസ് ചെയ്തിട്ടാണ് ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സ് വരുന്നത്. ഈ ആക്ട് പ്രകാരം ഏതൊരു നോൺ ബാങ്ക് എൻറ്റിറ്റീസിനാണോ ഒരു ഭാരത് ബിൽ പേയ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ആവേണ്ടത് അതിന് ചില ക്രൈറ്റീരിയസ് ഉണ്ട്. ഏത് ആക്ട് പ്രകാരം? ദ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആക്ട് 2007 പ്രകാരം. അതിലൊന്നാണ് ഈ നോൺ ബാങ്ക് എൻറ്റിറ്റീസിന് നെറ്റ് വർത്ത് എത്രയായിരിക്കണം? അറ്റ്ലീസ്റ്റ് 25 crore ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 52 വെഞ്ചർ ക്യാപിറ്റൽ മീൻസിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ? ഇസ് എ ലോങ് ടേം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ പ്രൊവൈഡഡ് ടു ന്യൂ എന്റർപ്രണേഴ്സ്. Venture capital is a type of private equity funding that provides financing to startups and small businesses with the potential for the long term growth. That's all. Thanks for watching.